Good morning, children. Welcome back to our class. All of you take your textbook. All of you take your textbook. Okay, listen here. രാവിലെ എടുത്തത് തന്നെ എടുക്കാം. രാവിലത്തെ ക്ലാസ് സെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ക്ലാസ് കഴിയുന്നതോടെ നിങ്ങൾക്ക് ഓഡിയോ അയച്ചു തരാം. പാട് ചെഹ് ഓക്കി മാത്ര. ഫസ്റ്റ് വൺ ലോട്ട, ढोलक, बोतल, मोर, घोड़ा, തോത്ത. ഇതെല്ലാം എന്താ ഓന്റെ ചിഹ്നമുള്ള എന്താ വേർഡ്സ് ആണ് ഇതൊക്കെ. നമ്മള് ഐ വരെ പഠിച്ചു അല്ലെ? ഐക്ക് മാത്ര വരെയുള്ള വേർഡ്സ് പഠിച്ചു. എഡ്വിൻ തോമസ് എന്ത് പറ്റി? എഡ്വിൻ പ്ലീസ് അൺമ്യൂട്ട്. എസ് ടി ഇടാം. ഇതൊന്ന് ഈ പാഠം ഒന്ന് കവർ ചെയ്യട്ടെ കേട്ടോ. രാവിലത്തെ സെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എസ് ടി ഇടാം. ഇപ്പൊ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ആക്കി തരാം. ലിസൺ. ലോട്ട, പോട്ട്, ढोलक, ഡ്രം, ബോത്തൽ, ബോട്ടിൽ, മോർ, പീകോക്ക്, ഘോഡ, ഹോഴ്സ്, തോത്ത, പാരറ്റ്. എന്ത് ചെയ്യണം? ഈ വാക്കുകളൊക്കെ നിങ്ങൾ 5 പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതണം. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? എല്ലാവരും ഡേറ്റ് ഇടുക ഇന്നത്തെ. എന്നിട്ട് ഇത് നോട്ട് ബുക്കിലോട്ട് 5 പ്രാവശ്യം ഈ ഹിന്ദി വാക്കും അതിന്റെ ഇംഗ്ലീഷ് വേർഡും. എങ്ങനെ എഴുതേണ്ടത്? ഓക്കി മാത്ര. പാട് ചെഹ് ഓക്കി മാത്ര. ബ്രാക്കറ്റിൽ ഓന്റെ ചിഹ്നം എഴുതണം കേട്ടോ. ഇംഗ്ലീഷ് എഴുതാന്നില്ല. എന്നിട്ട് ലോട്ട ഹൈഫൺ പോട്ട്. കുറെ പേര് ഹൈഫൺ ഒന്നും ഇടുന്നില്ല. ലോട്ട പോട്ട് അങ്ങനെ കൂട്ടിക്കൂട്ടി എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതരുത്. ലോട്ട ഹൈഫൺ പോട്ട്. അതൊരു 5 പ്രാവശ്യം എഴുതുക. ലൈൻ വരയ്ക്കുന്ന സ്കെയിൽ കൊണ്ട് വേണം വരയ്ക്കാൻ. ढोलक, ഡ്രം, ബോത്തൽ, ബോട്ടിൽ, മോർ, പീകോക്ക്, ഘോഡ, ഹോഴ്സ്, തോത്ത, പാരറ്റ്. നിങ്ങളിപ്പം ലോട്ട പോട്ട് ഒരു 5 പ്രാവശ്യം എഴുതി. നിങ്ങൾക്ക് അവിടെ ഒരു ഇനിയിപ്പോ 5 പ്രാവശ്യം 4 പ്രാവശ്യം കുഴപ്പമില്ല. ഒരു ലൈൻ വിടണം. അത് കഴിഞ്ഞ് അടുത്ത വാക്ക് എഴുതുമ്പോ അടുത്തത് ढोलक എന്ന് എഴുതുന്നെങ്കിൽ ഒരു ലൈൻ വിട്ടിട്ട് എഴുതിക്കോ. താഴെ ആണെങ്കിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ കുഴപ്പമില്ല. ലോട്ട കഴിഞ്ഞ താഴെ ബോത്തൽ എന്ന് എഴുതുന്നെങ്കിൽ ലോട്ട ഒരു 5 പ്രാവശ്യം എഴുതിന്റെ അടിയിൽ ഒരു ലൈൻ വിട്ടിട്ട് നിങ്ങൾ ബോത്തൽ എന്ന് എഴുതുക. അപ്പൊ കൂട്ടി എഴുതുന്ന പോലെ ആവില്ല. നമുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഒരു ലൈൻ വിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കിയേ. പടോ ഔർ സമച്ചോ. എന്താ കുറേ വാക്കുകൾ അല്ലെ? എന്താന്ന് നോക്കിയോ. അവിടെ ഓന്റെ ചിഹ്നമുള്ള ഓക്കി മാത്രക്ക ശബ്ദ് വാക്കുകളുണ്ട്. കുറേ വാക്കുകളുണ്ട്. ഓന്റെ ചിഹ്നമുള്ള വാക്കുകൾ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വൺ മോന. Say all of you say Mona, Tota, Mota, Gola, Topi, Roti, Roj, Joker, Coat, Note, Vote, Log, Rog, Kathora. तुम्हारा उंगली किधर है? तुम्हारा उंगली किधर? उंगली തൊട്ട് വായിക്കേ. ഗോര, അഖിരോട്ട്, ഖർഗോശ്, ടെലിഫോൺ, രസോയി, ചോർ, മോർ, കോന, ഘോഡ, ഠോൽ. ഓക്കെ, ഇത്രയും വാക്കുകളാണ്. ഇതിൽ ഇംഗ്ലീഷ് വേർഡ് വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ അവിടെ കേട്ടോ. ഇംഗ്ലീഷ് വേർഡ് വേണമെങ്കിൽ മോന എന്ന് പറഞ്ഞ ഒരു നെയിമാണ്. ആ കുട്ടിയുടെ പേരാണ് ഉദ്ദേശിക്കുന്നത്. മോന. തോത്ത മീൻസ് പാരറ്റ്. ഇംഗ്ലീഷ് വേർഡ് വേണമെങ്കിൽ പെട്ടെന്ന് അവിടെ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്യുക. തോത്ത, പാരറ്റ്. മോട്ട എന്ന് പറഞ്ഞാൽ തടിച്ച, ഫാറ്റ്. ഗോള പറഞ്ഞാല് ഗ്ലോബ്, GLOBE ഗ്ലോബ്. എഴുതുന്നുണ്ടോ? ടോപ്പി, തൊപ്പി എന്ന് പറഞ്ഞ നമ്മള്, അതാണ് ടോപ്പി, ക്യാപ്പ്. റോട്ടി എന്ന് പറഞ്ഞാൽ റൊട്ടി,
നമ്മൾ ഹിന്ദിയിൽ റൊട്ടി പറഞ്ഞത് ചപ്പാത്തിക്കൊക്കെയാണ് റൊട്ടി എന്നൊക്കെ പറയും. റൊട്ടി അത് തന്നെയാണ് കഴിക്കുന്നത്. രോജ്, രോജ് എന്ന് പറഞ്ഞ എന്താ? രോജ് എന്ന് പറഞ്ഞാല് പിന്നെ ഡെയിലി, ഡേ ഇതാണ്. ജോക്കർ, ജോക്കർ തന്നെ. കോമാളി. കോട്ട്, ഇവിടെ കോട്ടിന്റെ ഒരു പിക്ചർ കണ്ടില്ലേ? കോട്ട് അത് തന്നെയാണ്. നോട്ട്, പൈസ. വോട്ട്, നമ്മൾ വോട്ട് ചെയ്യുന്നില്ലേ? അതാണ് വോട്ട്. മലയാളത്തിലെ ആ വാക്ക് തന്നെയാണ്. ലോഗ്, പീപ്പിൾ. ലോഗ്, പീപ്പിൾ. രോഗ്, രോഗ് എന്ന് പറഞ്ഞ രോഗം, അസുഖം, ഡിസീസ്, അസുഖമാണ്. രോഗ് എന്ന് പറഞ്ഞ രോഗം തന്നെയാണ്. മലയാളത്തിൽ രോഗം എന്ന് പറയും, ഇംഗ്ലീഷിൽ ഡിസീസ്, DESEAC. കഠോര, കഠോര പറഞ്ഞാല്, കഠോര എന്ന് പറഞ്ഞ എന്താ? കഠോര ബൗളില്ലേ നമ്മുടെ, എന്താ നമ്മള് കിണ്ണം എന്നൊക്കെ പറയും, ബൗള് പോലത്തെ. പണ്ട് കാലത്ത് കിണ്ണം, പണ്ട് കാലത്തുള്ള വീടുകളുണ്ടാവും കിണ്ണം, ബൗൾ എന്ന് പറയും. ബൗൾ, കഠോര ബൗൾ. ഒരു കപ്പ് പോലത്തെ പാത്രമൊക്കെ കാണുന്നില്ലേ നമ്മൾ, അതാണ്. ഗോര, ബൗൾ എന്ന് എഴുതിയാൽ മതി, BOWL എന്ന് എഴുതിയാൽ മതി, ബൗൾ. ഗോര, ഗോര എന്ന് പറഞ്ഞ സഫേദ്, എന്താ വൈറ്റ്, വെളുത്ത. ഗോര വൈറ്റ്, ഗോര വൈറ്റ്. അഖിരോട്ട്, അഖിരോട്ട് എന്ന് പറഞ്ഞ എന്താ? വാൾനട്ട്. അഖിരോട്ട്, വാൾനട്ട്. ജോയൽ, വേർ ഈസ് യുവർ പെൻസിൽ? റൈറ്റ്. അഖിരോട്ട്, വാൾനട്ട്. നെക്സ്റ്റ് ഖർഗോഷ്, റാബിറ്റ്. ടെലിഫോൺ, ടെലിഫോൺ തന്നെയാണ്. രസോയി, രസോയി എന്ന് പറഞ്ഞ കിച്ചൺ, അടുക്കള. എഴുതുന്നുണ്ടോ നിങ്ങള്? ഇംഗ്ലീഷ് വേർഡ്, മലയാളം വേർഡ് ഒക്കെ വേണമെങ്കിൽ അവിടെ അതിന്റെ മുകളിൽ ചെറുതായിട്ട് എഴുതുക. രസോയി, കിച്ചൺ. ചോർ, തീഫ്, കള്ളൻ. മോർ, എന്താ മോറ്? പഠിച്ചു നമ്മള്. പീകോക്ക്, മയില്. കോന, കോന എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഒരു മൂലയിൽ എന്ന് പറയില്ലേ? കോന, കോണർ, മൂല. CORNER, കോണർ. ഘോഡ, ഘോഡ മീൻസ് ഹോഴ്സ്. ടോൽ, ടോലൊക്കെ എന്താ പഠിച്ച നമ്മള്? ടോല്, ടോല് ബാജ്, ടോല് ബാജ് എന്ന് പറയുന്നത് എന്താ? ചെണ്ട അടിക്കുന്ന, ചെണ്ടയില്ല നമ്മുടെ, ഒരു തരം ചെണ്ടയാണ് ഇത്. നമ്മളിങ്ങനെ കൈ കൊണ്ട് കൊട്ടുന്നില്ലേ? ആ തബലയല്ല, അവിടെ കാണുന്നില്ല പിക്ചർ, ആ ചെണ്ടയാണ്, ഒരു തരം ചെണ്ട. അത് തന്നെയാണ് ടോലക് എന്ന് പറഞ്ഞാല്. എന്താ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ടോലക്ക്, ടോല്, ഡ്രം, ചെണ്ട തന്നെയാണ്, കൈകൊണ്ട് ഇങ്ങനെ അടിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്താ ചെയ്യേണ്ടത്? ഈ വാക്കുകളെല്ലാം നോട്ട്ബുക്കിലോട്ട് എഴുതണം. അവിടെ എഴുതിക്കോ NB എന്ന്. NB എന്ന് പറഞ്ഞ നോട്ട് ബുക്കിൽ എഴുതാനാണ്. റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. നോട്ട്, റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. നോട്ട് ബുക്ക് എന്ന് എഴുതിക്കോ ഇവിടെ. NOTE, ജോയലിന് എഴുതാൻ പറഞ്ഞ NOTE BOOK, BOOK, ബുക്ക്, നോട്ട് ബുക്ക്. ഇത് നോട്ട് ബുക്കിലോട്ട് എഴുതണം. ഈ വാക്കുകള് എങ്ങനെ എഴുതണം? ലൈനൊക്കെ വരച്ച് രണ്ട് ഭാഗത്തും മാറ്റി മാറ്റി എഴുതാം. ഇതൊക്കെ ഓയിന്റെ ചിഹ്നമുള്ള വാക്കുകളാണ്. ഓക്കി മാത്രക്ക ശബ്ദ, ശബ്ദവും ലിഖോ എന്നൊക്കെ പറയാം. അപ്പൊ ഓയിന്റെ ചിഹ്നമുള്ള മാത്ര, അതായത് ഓയിന്റെ ചിഹ്നമുള്ള വാക്കുകൾ എഴുതാൻ. നെക്സ്റ്റ് നോക്കിയേ, ഒരു റീഡിങ് എക്സസൈസ് അല്ലേ? അത് വായിച്ചു തരാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ നെക്സ്റ്റ് പേജ് എടുത്തേ, അത് വായിച്ചു തരാം. ഇപ്പൊ 19ാമത്തെ പേജ്, അത് ഹോംവർക്ക് ചെയ്യണം. അവിടെ HW എന്ന് എഴുതിക്കോ. 19ാമത്തെ പേജിലെ അഭ്യാസ് ഹോംവർക്ക് ആണത്. നിഹാര, എന്ത് പറ്റി? രണ്ട് ബോട്ടിലുണ്ട് അവിടെ. എവിടെയാടാ? രണ്ട് ബോട്ടിലോ? പേജില് ഇവിടെ രണ്ട് ബോട്ടിലുണ്ട്. അതിനെന്താ? രണ്ട് ബോട്ടിൽ ഒരേപോലെ വന്നിട്ടുണ്ടല്ലേ?
കുഴപ്പമില്ല, അത് നിങ്ങൾ ബോത്തൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. രണ്ട് സെയിം ആണ്. ചെറിയൊരു അച്ചടിപ്പിച്ചതൊക്കെ പറ്റും നമുക്ക്. ബോത്തൽ അത് ഏതൊക്കെ വാക്കുകളാ നിങ്ങൾക്ക് അറിയോ? ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്തോ. തോത്ത, ഫസ്റ്റ് വൺ തോത്ത. സെക്കൻഡ് എന്താ? കോട്ട്. നമ്മൾ ഇവിടെ കുറെ പരിചയപ്പെട്ടില്ലേ, ഈ വാക്കുകളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. എക്സാമിനൊക്കെ ചോദിക്കും. ടീച്ചർ തന്നിട്ട് അതെന്താന്ന് എഴുതാനൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് എക്സാം കണ്ടില്ലേ, അതേപോലെ. തോത്ത പാരറ്റ്, കോട്ട് കോട്ട് തന്നെ, ഓഖലി എന്താ മോർട്ടാർ അല്ലെ, ഉരല്. പിന്നെന്താ? ബോത്തൽ. ബോത്തൽ എന്ന് പറഞ്ഞാല് ഞാൻ ഹിന്ദി ഇത് തന്നെ പറഞ്ഞു തരുക. ആ പിക്ചറും ഓഖലിയാട്ടോ, ഓഖലി. മൂന്നാമത്തത് ബോത്തൽ, നാലാമത്തതും ബോത്തൽ തന്നെയാണ്, ബോട്ടിൽ എന്നുള്ളത്. പിന്നെ കണ്ടോ ഒരു പിക്ചർ, ഒരു കുട്ടി ഇരിക്കുന്ന അവിടെ കണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എന്താണെന്നറിയോ അത്? ഇതാ തടിച്ചാന്നുള്ളതിന്റെ ഇതാ വരുന്നത്, തടിച്ച കുട്ടി. എന്താ അവിടെ തടിച്ചാന്നുള്ളത്? മോട്ട. മോട്ട പറഞ്ഞ ഫാറ്റ്. എന്താ? ജെവിൻ. ഫസ്റ്റ് ഇത് നിങ്ങൾ എഴുതി, പറയുന്ന കേട്ട് എഴുതുന്നിട്ട് അൺമ്യൂട്ട് ചെയ്ത് ജെവിൻ. നെക്സ്റ്റ് മോന. നമ്മളിപ്പോ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇതാണ് മോന. ഫസ്റ്റ് വൺ മോന. പിന്നെ ഇവിടെ എവിടെയോ തടിച്ചാന്നുള്ള ഒരു കുട്ടി ഇതുണ്ടല്ലോ, മോട്ട. മോട്ട. അതെടുത്ത് എഴുതിയാ മതി. നെക്സ്റ്റ് എന്താ? മോന അത് കഴിഞ്ഞു. കുറെ ആൾക്കൂട്ടം നിൽക്കുന്നുണ്ടല്ലേ, ജനങ്ങൾ. ജനങ്ങൾ എന്നുള്ളത് നമ്മള് എന്താ? പീപ്പിൾ എന്ന് പഠിച്ചില്ലേ? ലോഗ്. എവിടെയാ ലോഗ് എന്ന് പഠിച്ചത്? എവിടെയോ ഉണ്ടല്ലോ ലോഗ്. ലോഗ് പീപ്പിൾ എന്ന്. ലോഗ് ജനങ്ങൾ. എന്താ ജെവിൻ? ഞാന് ഇപ്പഴാണ് നെറ്റ്വർക്ക് കിട്ടിയില്ലായിരുന്നു. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ശ്രദ്ധിച്ചിരിക്കെ, പറഞ്ഞുതരാം. എക്സാം കഴിഞ്ഞോ? എക്സാം കഴിഞ്ഞില്ല, ഇപ്പൊ എക്സാം ഇടും. എന്താ ബെനീറ്റ, ഏമി എന്താ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. ഞാൻ ഇപ്പഴാ കേറിയുള്ളൂ. കേറിയെങ്കിലും ശ്രദ്ധിച്ചിരിക്ക്. ബെനീറ്റ എന്താ? ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത്. ഇതെന്താ സ്വിച്ച് ഇട്ടിട്ട് അമരുന്നില്ലടി? ഇല്ലേ? ഞാൻ ചെയ്തു നോക്കട്ടെ. പറഞ്ഞോ. അതാ വീണ്ടും പോയി. പറഞ്ഞോ ബെനീറ്റ. ഈ പിക്ചറില്ലേ, അതെന്താ? ഓഖലി പഠിച്ചില്ലേ നമ്മള്? മോർട്ടാർ, ഓഖലി. ഓഖലി എന്താ? മുഹമ്മദ് കൈസ്. എല്ലാവർക്കും ഡൗട്ട് ആണല്ലോ ഇപ്പൊ. കൈസ് പറഞ്ഞു. അത് അൺമ്യൂട്ട് ആയി നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നാല്. ഏതെന്നാന്ന്? മൂന്നാമത്തെയോ? ഏതിന്റെ പേജ് നമ്പർ പറഞ്ഞേ? 19 മൂന്നാമത്തെ. ഓഖലി അതാണ് പറയുന്നത്. ഓഖലി. നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് തോത്ത എഴുതിയോ? സെക്കൻഡ് കോട്ട്. ശ്രദ്ധിച്ചിരിക്ക്. കോട്ട്. മൂന്നാമത്തത് ഓഖലി. എങ്ങനെയാ ഓഖലി എന്ന് എഴുതുക? കണ്ടോ? കോട്ടെന്ന് എടുത്തു. ഓഖലി. കൈസ് കണ്ടോ? ഓഖലി കണ്ട? ഇങ്ങനെയാണ് ഓഖലി എഴുതുന്നത്. ഓക്കെ. ഓഖലി. നെക്സ്റ്റ് ബോത്തൽ. ബോത്തൽ തന്നെയാണ്. നെക്സ്റ്റ് മോട്ട. മോട്ട എന്നാണ് ആ തടിയുള്ള കുട്ടീനെ ഉദ്ദേശിക്കുന്ന. മോട്ട, തടിച്ച, ഫാറ്റ്. ആ പെൺകുട്ടിയുടെ എന്താ? മോന. ആ പേരാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മോന. അവിടെ നമ്മൾ പഠിച്ചു കുറെ വാക്കുകൾ. അതാണ് ലാസ്റ്റ് വൺ. ലോഗ്. ഫിനിഷ്. All of you take your Hindi notebook, back page. ബുക്കിന്റെ ബാക്ക് പേജ് എടുത്തോ.
ഈ ലാസ്റ്റ് കയറിയവർ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബിൽ ഇട്ട് തരില്ലേ? എന്നിപ്പം ക്ലാസ് കേട്ടിട്ട് പഠിക്കോ കേട്ടോ. ടേക്ക് യുവർ നോട്ട്ബുക്ക്. ബാക്ക് പേജിൽ എഴുതണം കേട്ടോ. എന്ത് ഡേറ്റ് ഇട്ട് എവിടെ? ടെക്സ്റ്റ് ബുക്കിലെ അതേപോലെ തന്നെ തരാം. ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി. നോക്കി എഴുതരുത്. നോക്കി എഴുതുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, ആൻസർ മാത്രം എഴുതിക്കോ. ഡേറ്റ് എഴുതിയോ? ഓക്കെ. ചൂഹ ഡാഷ് കർ രഹാ ഹേ. ആ ഡാഷിന്റെ അടുത്ത് എന്താന്നുള്ള വാക്ക് മാത്രം എഴുതിയാൽ മതി. ചൂഹ ഡാഷ് കർ രഹാ ഹേ. നോക്കി എഴുതുന്നവരെ ഞാൻ കാണുന്നുണ്ട്. കൈസിന്റെ അമ്മയാണോ എഴുതുന്നേ? എന്നാ വേഗം എഴുത്. ജോഹാന, ഷഹ്മ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. മരിയ എഴുതിയോ? ഓക്കെ. ചൂഹ ഡാഷ് കർ രഹാ ഹേ. ആവണി മഹേഷ്, എന്താ ആവണി? പ്ലീസ് അൺമ്യൂട്ട്. അടക്ക് കോള് വന്നിനെ, എന്നിട്ടോ കട്ടാക്കിനി. അപ്പൊ ടീച്ചർ പറയുന്നത് കേട്ടിട്ടാ. ആ എക്സാം എഴുതിക്കോ. ചൂഹ ഡാഷ് കർ രഹാ ഹേ. ഡാഷിന്റെ അടുത്ത് ഏത് വാക്കാന്നുള്ളത് വാക്ക് മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട. ചൂഹ ഡാഷ് കർ രഹാ ഹേ. ഒരു വാക്കേ ഉള്ളൂ അവിടെ അല്ലെ, അത് എഴുതണം. നെക്സ്റ്റ്, കൈലാഷ് ഡാഷ് സ്കൂൾ ജാ രഹാ ഹേ. കൈലാഷ് ഡാഷ് സ്കൂൾ ജാ രഹാ ഹേ. ആ ഡാഷിന്റെ അടുത്ത് എന്താണ്? അമ്മമാര് നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഇവര് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡിറ്റേഷൻ ഇടുന്നത്. അപ്പം അവര് എങ്ങനെയാ എഴുതുന്നത് ഒന്ന് ശ്രദ്ധിക്കണം അടുത്തിരുന്നിട്ട്. എഴുതാൻ അവരെ സമ്മതിക്കരുത്. കാരണം പഠിക്കാൻ പറഞ്ഞ കാര്യമാണ്. വെറുതെ നോക്കി എഴുതിട്ട് കാര്യമില്ല. കൈലാഷ് ഡാഷ് സ്കൂൾ ജാ രഹാ ഹേ. Did you write? ഇനി അഥവാ രണ്ടാമത്തെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഇത് വിടുക, ലൈൻ വിടുക. മൂന്നാമത്തെ നമ്പർ വെച്ച് എഴുതുക. 1 2 ആയി. 2. രണ്ടാമത്തെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ അവിടെ വേറെ ഒന്നും എഴുതരുത്. 2 ക്വസ്റ്റ്യൻ നമ്പർ മാത്രം എഴുതുക. മൂന്നാമത്തത്, ശൈല ഡാഷ് ഹോ രഹി ഹേ. ശൈല ഡാഷ് ഹോ രഹി ഹേ. ചോയ്സ് വേണം തരാം. ചൈതാനി, സൈനിക്, തഗൈദ്, മൈദാൻ, തയ്യാർ. ശൈല ഡാഷ് ഹോ രഹി ഹേ. ഓക്കെ. നെക്സ്റ്റ് എഴുതിയില്ലേ? 4th വൺ, ഡാഷ് ഡാഷ് മേ ഖടാ ഹേ. ഡാഷ് ഡാഷ് മേ ഖടാ ഹേ. അവിടെ കോമ ഇട്ടിട്ട് എഴുതിയാൽ മതി. 2 വാക്കുകളുണ്ട്. ഡാഷ് ഡാഷ് മേ ഖടാ ഹേ. ഏതൊക്കെ വാക്കുകളാന്ന് വേണം പറഞ്ഞുതരാം. ഡഗൈദ്, സൈനിക്, മൈദാൻ. എന്താ അലൻ? മിസ്, നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറഞ്ഞു തരുമോ? നാലാമത്തെ ഇപ്പൊ പറയുന്നത് ഡാഷ് ഡാഷ് മേ ഖടാ ഹേ. ആരൊക്കെയോ എവിടെയാ നിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. ചോയ്സ് തരാം. തഗൈദ്, സൈനിക്, മൈദാൻ. 2 വാക്കുകൾ എഴുതാനുണ്ട്. ഫിഫ്ത് വൺ,
Fifth one. റിലു എന്താ റിലുവിന്? ഓപ്ഷൻ പറഞ്ഞോ? അമ്പടാ ഓപ്ഷൻ അല്ലേ. ഡഗൈദ്, സൈനിക്, മൈതാൻ. അഞ്ചാമത്തത് ഡാഷ് ഡാഷ് ലൂട്ട് രഹേ ഹേ. ഡാഷ് ലൂട്ട് രഹേ ഹേ. ചോയ്സ് തരാം. മൈദാൻ, ഡഗൈദ്, ബാങ്ക്. ഡാഷ് ഡാഷ് ലൂട്ട് രഹേ ഹേ. രണ്ട് വാക്ക് എഴുതുമ്പോൾ കുറച്ചൊരു സ്ഥലം വിട്ടിട്ട് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ കോമ ഇട്ടിട്ട് എഴുതണം. മൈദാൻ, ഡഗൈദ്, ബാങ്ക്. കഴിഞ്ഞില്ലേ? ഓക്കെ. അമ്മയോട് പറഞ്ഞിട്ട് അത് സെൻഡ് ചെയ്യണം കേട്ടോ. സെൻഡ് ചെയ്യണം. ഗ്രൂപ്പിൽ ഇട്ടാലും കുഴപ്പമില്ല, പേഴ്സണൽ ആയിട്ടും. ഇത് എത്ര പേരുണ്ട് ഇന്ന് ഇവിടെ നമ്മുടെ ക്ലാസ്സില്? നോക്കട്ടെ. എല്ലാവരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. കുറെ പേര് അറ്റൻഡ് ചെയ്യുന്നില്ല. 23 പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ. 23 ഇൻവിറ്റേഷൻ എനിക്ക് വരണം, പേപ്പർ വരണം. തോഷിൻ എന്താ? പേഴ്സണൽ നമ്പർ കുഴപ്പമില്ല, ഗ്രൂപ്പിൽ ഇട്ടാലും മതി. പേഴ്സണൽ നമ്പർ മോന്റെ ക്ലാസ് ഗ്രൂപ്പിലുണ്ടല്ലോ മോനെ, വേണമെങ്കിൽ എഴുതിക്കോ. 9400 4135 3584. 41 കഴിഞ്ഞിട്ട് 35 ആണ് കേട്ടോ. 413584. ഓക്കെ ഓക്കെ. നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടാലും കുഴപ്പമില്ല ഇട്ടോ. എന്താ എയ്മി, എഡ്വിൻ, റിലു എന്താ പറഞ്ഞോളൂ. എയ്മി പറഞ്ഞോളൂ. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്തു. എയ്മി, എയ്മിക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നല്ലോ. എയ്മി എന്താ? മുഹമ്മദ് ഫവാസ്, എയ്മി പറഞ്ഞോളൂ മോളെ. ടീച്ചറിന്റെ നമ്പറിൽ ഇപ്പൊ പറഞ്ഞത് 9400. ഇനി നമ്പർ 9400 41 3584. ഫവാസ് എന്താ മോനെ? ഫവാസ് ടീച്ചറോട് പറഞ്ഞിട്ട് ഇത്രയും സമയം പുറത്തൂടെ നടന്നിട്ട് നിനക്ക് അറിഞ്ഞൂടെ ക്ലാസ് തുടങ്ങുന്ന ചെയ്യാൻ? എന്താ ഫവാസേ? എത്ര ക്വസ്റ്റ്യൻ ഇട്ടു? 5 ക്വസ്റ്റ്യൻ ഇട്ടില്ലേ? 10 മാർക്ക്. 2 മാർക്ക് ഉണ്ട് ഒരു ഇതിന്. ഓക്കെ. ഇനി ആരാണ് ചോദിച്ചത്? നിത എന്താ മോളെ? നിത ഫാത്തിമ. നിത നിത ഇവിടെ അൺമ്യൂട്ട് ചെയ്യുമ്പോളെ പറഞ്ഞോളൂ. അലനെ കാണുന്നില്ല, മരിയനെ കണ്ടില്ല. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിട്ട് പോയതാണോ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അലൻ മാത്യു, വേർ ആർ യു ഗോയിങ്? ഇതിനിടയിലാണോ ടോയ്ലറ്റിൽ പോകുന്നതാ? പെർമിഷൻ ചോദിച്ചാ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ചോദിക്കാൻ? പെർമിഷൻ ചോദിക്കണ്ടേ? നമ്മുടെ ക്ലാസ് അല്ലേ ഇത്?
സോറി. സോറി. ആ കാണിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞത് കേട്ടിട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്താണ് ഡൗട്ട്? ഒന്നുമില്ല. നമുക്ക് എന്നാ ക്ലോസ് ചെയ്താ നോട്ട് ബുക്ക്? നിങ്ങളുടെ അക്ഷരദീപം എടുത്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്നില്ല അക്ഷരദീപത്തില്? എവിടം വരെ എഴുതി നമ്മള്? പേജ് നമ്പർ 6 വരെയാണോ? യെസ്, 6 വരെ ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിക്കാവോ നിങ്ങളുടെ? ഷോ മി യുവർ തമ്പ്. 6 ആണെങ്കിൽ ഓക്കെ, എല്ലാവരും 6 വരെ എഴുതിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഈ ക്ലാസ്സിൽ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അക്ഷരദീപം ഹോംവർക്ക് ചെയ്യാതെ നിൽക്കുന്നുണ്ട് കുറെ പേര്. അത് ആരൊക്കെയാ? അത് എന്താ? സന, മൻസൂർ, സന. ഏഴാമത്തെ പാടാണ്. 7ാമത്തെ പാഠമല്ല മോളെ, 7ാമത്തെ പേജ് കേട്ടോ. അതാണ് രംഗ്. എന്താ? കളേഴ്സ് അല്ലേ? അത് എഴുതിയോ? രംഗ് നമ്മൾ എഴുതിയോ? അക്ഷരദീപത്തിൽ എഴുതിയോ എല്ലാരും? എഴുതി. സഫേദ്, ലാൽ, ബൈങ്കനി, നീല, കാല, അതുവരെ എഴുതിയല്ലേ? ഓക്കെ. എന്നാ നെക്സ്റ്റ് പേജില് ബാക്കി അതും എഴുതിയോ നിങ്ങള്? നെക്സ്റ്റ് പേജ് എഴുതിയോ? ഇല്ല. നെക്സ്റ്റ് പേജില് വീണ്ടും രംഗ് വന്നിട്ടുണ്ട്, കളേഴ്സ്. ഈ ജോയൽ ഇതൊന്നും എഴുതിയിട്ടില്ല. ജോയല് ഇനി പേജ് നമ്പർ 8ല് ഞാനിവിടെ എഴുതി വെക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങള് അക്ഷരദീപ് 8 എടുത്തു അല്ലേ? ഓക്കെ. ഗുലാബി. ഗുലാബി മീൻസ് റോസ്. പീല, യെല്ലോ. ഹര, ഗ്രീൻ. ഖാക്കി, ഗ്രേ. ഖാക്കി എന്ന് പറഞ്ഞില്ലേ? ഗ്രേ, ഖാക്കി. കേസരിയ. കേസരിയ ഓറഞ്ച്. ഇതാണ്. ഇതിന്ന് ഹോംവർക്ക് ചെയ്യാം. ക്ലോസ് ചെയ്യാം. അക്ഷരദീപം കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇപ്പം ഈ ടെക്സ്റ്റ് ബുക്കില് ഒരു വർക്ക് ബാക്കിയുണ്ടല്ലേ? പിന്നെ നോട്ട് ബുക്കിൽ എഴുതാൻ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? പേജ് നമ്പർ 17 ആ വാക്കുകളെല്ലാം 5 പ്രാവശ്യം എഴുതണം. ആ ഹിന്ദി വേർഡും ഹൈഫൺ ഇട്ടിട്ട് ഇംഗ്ലീഷ് വേർഡും. പാഠത്തിന്റെ പേരെഴുതുക, ഓക്കെ മാത്രം എഴുതുക, ഓന്റെ ചിഹ്നമുള്ള ആ വാക്കുകളും അതിന്റെ ഇംഗ്ലീഷ് വേർഡും 5 പ്രാവശ്യം എഴുതുക. ഇപ്പൊ ഒരു നോട്ട് ബുക്കില് പിന്നെ ഒരു പേജില് ലൈൻ വരച്ചിട്ട് വേണം നിങ്ങൾക്ക് ഭാഗിച്ച് എഴുതാം. നല്ല വൃത്തി ഉണ്ടാവണം. ഒരു വാക്ക് 5 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ ഒരു ലൈൻ വിടുക. 2 പേജിലായിട്ട് എഴുതിക്കോ, കുഴപ്പമില്ല. നല്ല വൃത്തി ഉണ്ടാവണം എഴുതുന്നത്, കൂട്ടി എഴുതരുത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇത് പേജ് നമ്പർ 18ല് മോന, തോത്ത, മോട്ട ഇതൊക്കെ എഴുതണം. ആ വാക്കുകളൊക്കെ ഓരോ പ്രാവശ്യം എഴുതണം. ഒരു പേജിൽ തന്നെ ലൈൻ വരച്ചിട്ട് നിങ്ങൾ എഴുതുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ എഴുതുക. എല്ലാ വാക്കുകളും എഴുതണം. പിന്നെ കോമ ഇട്ടിട്ടല്ല നിങ്ങൾ എഴുതേണ്ടത്. താഴെ എഴുതുക, ലൈൻ വരയ്ക്കുക, പിന്നെ താഴെ ഇരിക്കുക. കോമ ഇട്ടിട്ട് എഴുതണ്ട, അത് വൃത്തികേടാ ബുക്ക് കാണാൻ കേട്ടോ. താഴെ എഴുതിയാൽ മതി. എന്നിട്ട് ആ താഴെ കഴിയുമ്പോൾ വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ ലൈൻ വരച്ചിട്ട് എഴുതുക. നെക്സ്റ്റ്, അത് പഠന അഭ്യാസം നമ്മൾ എടുത്തിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. എല്ലാം കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ശരിയാവില്ല. അപ്പം അടുത്തത് ഹോംവർക്ക് ചെയ്തു, ക്ലാസ് വർക്ക് ചെയ്തു അല്ലെ? ഇപ്പൊ തന്നെ നീച്ചെ ദിയേ ഗയ ചിത്രം കെ നാം ഹിന്ദി മേ ലിഖോ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിന്റെ പേര് ഹിന്ദിയിൽ എഴുതാനാണ് പറഞ്ഞത്. അതാണ് തോത്ത, കോട്ട്, ഓക്കലി, ബോത്തൽ, ബോത്തൽ, മോട്ട, മോന, ലോഗ്. അത്രയായിരുന്നു. ഓ, ഇതിന്റെ നെക്സ്റ്റ് പേജ് 2 വാക്ക് കൂടി ഉണ്ട് കേട്ടോ. ധോബി. നിങ്ങൾ നോക്കിയാൽ നെക്സ്റ്റ് പേജ് എടുത്തേ. ഇവിടെ കണ്ടോ? ധോബി എന്ന് പറഞ്ഞാൽ അറിയോ? അലക്കുകാരൻ. അറിയോ? വാഷർമാൻ. ധോബി. എങ്ങനെ എഴുതുക ധോബിന്ന്? എഴുതി കാണിച്ചു തരാം. അറിയില്ലേ ധോബിന്ന് എഴുതാൻ? അറിയില്ലേ? അവിടെ ഇല്ലേ അത്? എവിടെ നമ്മൾ കണ്ടത് ധോബിന്ന്?
നിങ്ങളുടെ ബുക്കിൽ കാണുന്നുണ്ടോ അത്? തോബി. തോബി. ബുക്കിലില്ല. ഇതാണ് ലിസൺ. ഇത് കണ്ടോ? തോബി കാണുന്നുണ്ടോ? തോബി എന്ന് പറഞ്ഞാല് അലക്കുകാരൻ. ആ ഉണ്ടല്ലേ? നോക്കി എഴുതിക്കും. അവിടെ എവിടെയാ ഉള്ളത് അത്? എന്റെ താഴെയാ. അവിടെ ഉണ്ട് തോബി. നെക്സ്റ്റ് കണ്ടോ? കോയൽ എന്നാണ്. കുയില്. കോയൽ. എങ്ങനെയാ കോയൽ എന്ന് എഴുതുക? കോ എഴുതി കാണിച്ചു തരാം. കോയിൽ. കോയൽ. നമ്മൾ ടൈം തീരാൻ പോവാണ്, പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതാ കണ്ടോ? കോയൽ കണ്ടോ? കോയൽ എന്ന് പറഞ്ഞാല് കുയില്. കുയിലിന്റെ പിക്ചറാണ് അവിടെ കാണുന്നത്. കോയൽ. ഓക്കെ, ഇതാണ്. അതിന്റെ താഴെ കണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന, അതുകൊണ്ട് തന്നേക്കാം വർക്ക്. നോക്കിയേ, താഴെ കണ്ടോ? രണ്ടാമത്തത് पहले अक्षर पर ओ की मात्रा लगाकर शब्द बनाओ. അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഹോംവർക്ക്. അത് എന്താ അവിടെ തന്നിരിക്കുന്നത്? ആദ്യത്തത് എക്സാമ്പിൾ ടഗർ. ടഗർ അതെന്താ? ഓന്റെ ചിഹ്നം ചേർത്ത് ആ വാക്ക് കംപ്ലീറ്റ് ആക്കണം. ടഗർ എന്നുള്ളത് ടോക്കർ. കണ്ടോ? ആദ്യത്തെ അക്ഷരത്തിന് പഹലെ അക്ഷരം പറഞ്ഞാൽ ഫസ്റ്റത്തെ ആ ലെറ്ററിന് ഓന്റെ ചിഹ്നം കൊടുക്കണം. ഇവിടെ കണ്ടോ? തബീന കൊടുത്തേക്കുന്നത്. തോബീന്നാണ് വേണ്ടത്. അപ്പൊ തായ്ക്ക് ഓന്റെ ചിഹ്നം കൊടുക്കണം. എല്ലാ വാക്കും കണ്ടോ? എല്ലാ വാക്കും ഓന്റെ ചിഹ്നം ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ അക്ഷരം പഹലെ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പിലുള്ള ഫസ്റ്റത്തെ അക്ഷരത്തിന് ഓന്റെ ചിഹ്നം കൊടുക്കണം. അത് ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ചെയ്യണം എഴുതിട്ട്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. എന്താണ് എഡ്വിൻ? നമ്മുടെ ക്ലാസ് ഇപ്പൊ തീരും. വേഗം പറഞ്ഞോ എഡ്വിൻ. പ്ലീസ് അൺമ്യൂട്ട്. എന്താണ് അൺമ്യൂട്ട് ചെയ്ത? പോയി ആദ്യം. ടീച്ചർ ഇട്ടത് മമ്മീനെ കാണിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്റെ മാർക്ക് എത്രയാന്ന് കാണിച്ചിട്ടാണോ പോസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ മിസ് മാർക്ക് ഇട്ടോളാം. വേറെ ഒന്ന് പേര് വിളിച്ചോട്ടെ നിങ്ങളുടെ. അലൻ മാത്യു, സെൽന, എഡ്വിൻ, ഷഹ്മ വി, നിത, ജെവിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാരും ഉണ്ടല്ലേ? ഹസ്ന നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ആസിയ, എയ്മി, നജ, അലൻ പി, സാംസൺ. മരിയ ഓണാക്കിയിട്ടേ ഇല്ല വീഡിയോ. മുഹമ്മദ് ഫവാസ്, ബെനീറ്റ, ആവണി, റിലു, സന. എത്ര പേരാ? നേരത്തെ 23 പേരുണ്ടായിരുന്നു. ഇപ്പം 18 പേരായോ? 23 പേരുണ്ടായിരുന്നു. ഇനി എന്താണ്? എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടോ? അപ്പൊ ഇന്ന് നോട്ട് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങള് ആവണി എന്താണ് ചോദിച്ചോ? അൺമ്യൂട്ട് ചെയ്യുമ്പോളെ ആവണി. എന്താ ആവണി? ഈ അലക്കുന്നതിന് എന്നാ പറയല്? തോബി. അലക്കുകാരൻ. വാഷർമാൻ എന്ന് പറയും. തോബി. അങ്ങനെ എഴുതി കാണിച്ചല്ലോ. അത് കണ്ടില്ല? തോബി. അതിപ്പോ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഹോംവർക്ക് തന്നില്ലേ? അതിൽ വരുന്നുണ്ട്. അവിടെ തബീനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓയിന്റെ ചിഹ്നം കൊടുത്തിട്ട് എഴുതണത്. തോബി എന്നാണ് വാഷർമാന്. ലാസ്റ്റ് പറഞ്ഞില്ലേ? തോബി, കോയൽ. അതാണ് തോബി. പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഈ വാക്കുകളൊക്കെ എഴുതിയിട്ട് ആ ഫോട്ടോ പിന്നെ ടെക്സ്റ്റ് ബുക്കില് അത് പോസ്റ്റ് ചെയ്യണം. കുറെ വർക്ക് ഉണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടല്ലേ. നോട്ട് ബുക്കിൽ എഴുതാൻ ആദ്യത്തെ ഫസ്റ്റ് പേജിലെത്തത് വാക്കുകള് അതിന്റെ ഇംഗ്ലീഷ് വേർഡ്. രണ്ടാമത്തെ 18ാമത്തെ പേജില്
ആദ്യത്തെ പടം ഒരു സമച്ചുള്ള മോന തോത്ത അതൊക്കെ എഴുതണം. ഓരോ പ്രാവശ്യം എഴുതുക. പിന്നെ 19ാമത്തെ പേജിലെ ടെക്സ്റ്റ് ബുക്കിൽ ഹോംവർക്ക് ഉണ്ട്. അത് ക്ലാസ് വർക്ക് തന്നെ ചെയ്തു എഴുതി പോസ്റ്റ് ചെയ്യാം. 20ാമത്തെ പേജില് രണ്ടാമത്തെ എക്സസൈസ് പഹലെ അക്ഷർ पर ओ की मात्रा लगाकर शब्द बनाओ. അത് ഓയിന്റെ ചിഹ്നം ആദ്യത്തെ അക്ഷരത്തിന് ഓയിന്റെ ചിഹ്നം കൊടുത്തിട്ട് റൈറ്റ് സൈഡിൽ എഴുതുക, പോസ്റ്റ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഈ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇത് പഠിച്ചു, ഇത് ചെയ്തോ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തോ ഹോംവർക്ക്. ഈ വാക്കുകളൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇംഗ്ലീഷ് വേർഡൊക്കെ അറിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓട്ടനി എന്ന് പറഞ്ഞാൽ എന്താ? മഫ്ലർ, പുതപ്പ് എന്നൊക്കെ പറയും. അതിവിടെ ഉള്ളത് ഒരു വുമണിനെ കാണുന്നില്ല, ഇതാണ് ഓട്ടനി. നെക്സ്റ്റ് കോട്ട് അവിടെ കാണുന്നുണ്ട്. നെക്സ്റ്റ് ഓല പറഞ്ഞ മഞ്ഞുകട്ടയാണ്, ഇതാണ്. ആലിപ്പഴം എന്നൊക്കെ പറയും. ഹെയിൽ, മോർ, പീകോക്ക്. ഓട്ട് പറഞ്ഞ ഈ മരത്തിന്റെ മറവാണ് ഉദ്ദേശിക്കുന്നത്. ഓട്ട് ഈ മരത്തിന്റെ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓട്ട് പറഞ്ഞ മറവ്. പിന്നെന്താ? ഓസ് എന്ന് പറഞ്ഞ മഞ്ഞുതുള്ളി. ആ ഇലയുടെ മുകളിൽ കണ്ടില്ലേ ഒരു മഞ്ഞുതുള്ളി? ഓസ് കഴിഞ്ഞ വർഷം പഠിച്ചതാ. ലോട്ട പറഞ്ഞ പോട്ട്. നോട്ട് റുപ്പീസ്. ഫസ്റ്റ് കാണുന്നില്ല.